ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്ന കിഡിലും ടേസ്റ്റുള്ള ഒരു ചിക്കൻ ചെറിയുള്ളി റോസ്റ്റാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്തതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയുള്ളി റോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് മെയിനായിട്ട് നമുക്കിതിലേക്ക് ചെറിയുള്ളി തന്നെയാണ് വേണ്ടത്. ഒരു 35 ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചെറിയുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നാടൻ റെസിപ്പിയാണ്. അതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ്. അത് ഇതുപോലെ ഒന്നൊന്ന് ചതച്ചെടുത്തതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതലും ഇഞ്ചി കുറച്ച് കുറവായിട്ടും തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് ഒരു 1.5 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത തേങ്ങാക്കൊത്താണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റും കൂടെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താണ്. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്നങ്ങ് ചതഞ്ഞ് കിട്ടിയാൽ മതി. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതൊക്കെ ഒന്ന് വഴഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുത്തതാണ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കളറിന് വേണ്ടി മാത്രം കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെയും വറ്റൽ മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തരിതരപ്പായിട്ട് പൊടിച്ച കുരുമുളകാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ മേലെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതിയാവും അത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ചിക്കനിൽ ഇറങ്ങി വരുന്ന വെള്ളം തന്നെ അതിൽ കാണാം. നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടിക്കോളും. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നേരത്തെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ മേലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കിഡിലും ടേസ്റ്റുള്ള ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റിന്. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറും ഏതെങ്കിലും ഒരു ഒഴിച്ചുകറിയും പിന്നെ ഈ ഒരു ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.